ഇന്ന് നമ്മൾ പോകുന്നത് ചൈനയിലെ സമർ പാലസിലെ കാഴ്ചകൾ കാണാനാണ്. ചൈനയിലെ ബീജിംഗിൽ സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ ചരിത്ര പ്രധാനമാണ് സമർ പാലസ്. ബീജിംഗിലെ കഠിനമായ വേനൽ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ രാജകുടുംബങ്ങൾ താമസിച്ചിരുന്നത് ഇവിടെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ വേനൽക്കാലത്തെ കൊട്ടാരം അല്ലെങ്കിൽ സമ്മർ പാലസ് എന്ന് വിളിച്ചിരുന്നത്. 1750കളിലാണ് കിങ് രാജവംശത്തിലെ കിങ് ലോങ് ചക്രവർത്തിയാണ് തൻ്റെ അമ്മയുടെ ജന്മദിനാഘോഷത്തിനായി വേനൽക്കാലത്തെ ചൂടിൽ നിന്നും രക്ഷ നേടാൻ ഇത് നിർമ്മിച്ചത്. കുൻമിംഗ് തടാകത്തിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള ഈ പാലത്തിന് 17 കമാനങ്ങളുണ്ട്. ഇതിൽ കൈവരികളിൽ വ്യത്യസ്ത ആവരണങ്ങളുടെ 500-ലധികം മാർബിൾ സിംഹങ്ങളുടെ ശില്പങ്ങളും കൊത്തിവെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വ്യത്യസ്ത കാഴ്ചയാണിത്. കൂൾ ഡ്രിങ്ക്സ് കടയിൽ സെയിൽസിനായി നിൽക്കുന്നത് റോബോട്ടാണ്. 1860-ൽ രണ്ടാം കറുപ്പ് യുദ്ധത്തിൽ ആംഗ്ലോ ഫ്രഞ്ച് സംഘസേന ഈ കൊട്ടാരം വലിയ തോതിൽ നശിപ്പിച്ചിരുന്നു. 1888-ൽ സിക്സി രാജ്ഞി നാവികസേനയുടെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് പുനർനിർമ്മിക്കുകയും ഹേ യുവാൻ സമ്മർ പാലസ് എന്ന പേരിടുകയും ചെയ്തത്. ചൈനീസ് തൊട്ടെറിഞ്ഞ നിർമ്മാണ കലയുടെ ഏറ്റവും മികച്ച ഉദാഹരണമാണ് സമ്മർ പാലസിനെ കാണുന്നത്. 1998-ൽ യുനെസ്കോ ഇതിനെ ഒരു ലോക പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ ഈ പാലസിന്റെ പ്രത്യേകതകൾ, ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തടിയിൽ തീർത്ത വരാന്തകളിൽ ഒന്നാണിത്. 728 മീറ്റർ നീളമുള്ള ഇതിനെ ചൈനീസ് പുരാണങ്ങളിലും ചരിത്ര പുരാണങ്ങളിലും കഥ പറയുന്ന ആയിരക്കണക്കിന് മനോഹരമായ ചിത്രങ്ങൾ ഇതിൽ വരച്ചു ചേർത്തിട്ടുണ്ട്. ഇന്ന് ചൈനയിൽ എത്തിച്ചേരുന്ന വിനോദസഞ്ചാരികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷണങ്ങളിൽ ഒന്നാണ് പ്രകൃതി ഭംഗിയും ചൈനീസ് വാസ്തുവിദ്യയും ഒത്തുചേർന്ന ഈ സമ്മർ പാലസ്.